കഴിഞ്ഞ കുറേ കാലമായി ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി സിസ്റ്റമാറ്റിക്കായി നടന്നു വരുന്ന ഒരു ഗൂഢാലോചന കേരളത്തിലുണ്ട്. അതിൽ നിലവിലുള്ള LDFിൻ്റെ പിണറായി വിജയൻ സർക്കാരും മുമ്പുണ്ടായിരുന്ന UDFിൻ്റെ സർക്കാരുകളുമെല്ലാം ഒരേപോലെ തന്നെ ആ ഗൂഢാലോചനയുടെ ഭാഗമായി കാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള യുവതീ പ്രവേശന വിഷയമായിക്കൊള്ളട്ടെ, ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ മോഷണമായിക്കൊള്ളട്ടെ, ഇതെല്ലാം കുറച്ച് നാളുകളായി ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി നടന്നു വരുന്ന ആ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് പച്ചയായ മോഷണമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയമല്യയുടെ ആളുകളും പ്രതിനിധികളും ഒക്കെ വളരെ കൃത്യമായി അതിൻ്റെ തെളിവുകളും മറ്റുമൊക്കെ നൽകിയതാണ്. അതുപോലെ തന്നെ ചെന്നൈയിലെ ഫാക്ടറിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് ചെമ്പാണ് എന്ന് അവരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് മോഷണമാണ് കൃത്യമായി നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തെ ഗൗരവപരമായിട്ടുള്ള വിഷയം, ഈ മോഷണം നടന്നിരിക്കുന്നത് ആരുടെ അറിവോടുകൂടി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും മുകളിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും എന്തിന് ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. മറ്റു മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ആ വാർത്ത പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് 3 വർഷം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കാലാവധി 2 വർഷമായി വെട്ടിക്കുറച്ചത്. ആ വെട്ടിക്കുറച്ച അതേ സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അദ്ദേഹം അവരുടെ കേഡറിൽ നിന്ന് വന്നിട്ടുള്ള നേതാവൊന്നുമല്ല. CPM-ന്റെ ഉറച്ച നേതാക്കളായിട്ടുള്ളവർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അനന്തഗോപനും അല്ലെങ്കിൽ ശ്രീ വാസു അടക്കമുള്ളവരൊക്കെ CPM-ന്റെ സംഘടനയിൽ കൂടി വന്നവരാണ്. പക്ഷെ അതുപോലും അല്ലാത്ത ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്തിന് CPM-ന്റെ നേതാക്കൾക്ക് പോലും കൊടുക്കാത്ത ആ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിയുന്നു. ഇത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, കാലങ്ങളായി ദേവസ്വം ബോർഡ് നടത്തി വരുന്ന കൊള്ളയുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, അതാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ ഉരുപ്പടികളും മറ്റ് വിലപിടിച്ച സാധനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ വിശ്വാസികൾക്കും ഇപ്പോൾ ഉള്ള സംശയം, ഇപ്പൊ ശബരിമലയിൽ നടന്നിരിക്കുന്ന സംഭവം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ? മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കൊള്ളയും മോഷണവും തട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഉള്ള ഒരു നീക്കം, അതിനെ തടയാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും. അതിന് ഏതറ്റം വരെ പോയി പ്രക്ഷോഭം ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ഒരു കാരണവശാലും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിന് മുമ്പോട്ട് പോകാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. അത് മാത്രമല്ല, ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, മോഷണമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സമഗ്രമായ അന്വേഷണമാണ് ഇതിൽ വേണ്ടത്. ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അന്വേഷണം കൊണ്ടൊന്നും ഈ വിഷയം കൃത്യമായി പുറത്തു വരികയില്ല. ഈ വിഷയത്തിൽ ശബരിമലയിൽ മാത്രമല്ല,
ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. എവിടൊക്കെ സ്വർണ്ണ ഉരുപ്പടികളുണ്ടോ, എവിടൊക്കെ വിലപിടിപ്പുള്ള മൂല്യ വസ്തുക്കളുണ്ടോ, അവയുടെ എല്ലാം മാറ്റി പരിശോധിക്കണം. അവയുടെ എല്ലാം കൃത്യമായിട്ട് അവ അവിടെ തന്നെ ഉണ്ടോ, അതിലെന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. പക്ഷെ ആ സമഗ്രമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഏജൻസികൾക്കുള്ള കഴിവില്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. പക്ഷെ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങരുത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഇതുപോലുള്ള സ്വർണ്ണ ഉരുപ്പടികളും വിലപിടിച്ച അമൂല്യ വസ്തുക്കളുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള അന്വേഷണം നടത്തണം, ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അതിന്റെ പിന്നിലുള്ള CPM-ഉം പലയിടങ്ങളും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഓരോ ദിവസവും വസ്തുതകൾ ഒന്നൊന്നായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങാതെ സംസ്ഥാനത്തൊട്ട് ഒട്ടാകെ ഉണ്ടാവണം. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയായി BJP അതിനെ തടയാനുള്ള എല്ലാ ശ്രമവും നടത്തും. ഒരു ഉപകാര സ്മരണയും നടത്താൻ വേണ്ടിയിട്ട് BJP അനുവദിക്കില്ല. ഈ മോഷണത്തിന് ദേവസ്വം ബോർഡിന്, ദേവസ്വം മന്ത്രിക്ക്, സംസ്ഥാന സർക്കാരിന് എന്ത് പങ്കാണോ ഉള്ളത് അത് പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം കാലങ്ങളായിട്ട് ശബരിമലയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് ഇവർക്കാർക്കും ചിന്തയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു തട്ടിപ്പ് സംഗമം നടത്തി അത് പൊളിഞ്ഞത് നമ്മളെല്ലാം കണ്ടു. എന്താണ് അതിന്റെ ഔട്ട്കം? ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു ഔട്ട്കമും ആ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം യഥാർത്ഥ ഭക്തന്മാർ പന്തളത്ത് വെച്ച് നടന്ന അയ്യപ്പ ഭക്ത സംഗമം നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് ഭക്തന്മാരാണ് അവിടെ ഒഴുകിയെത്തിയത്. അതായിരുന്നു യഥാർത്ഥ സംഗമം. അതിന്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവിടെ വെച്ച് ശബരിമലയുടെ സമഗ്ര വികസനത്തിനുള്ള ഒരു മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് അന്ന് കർമ്മസമിതി ആ മെമ്മോറാണ്ടം കൊടുക്കുകയുണ്ടായി. അതുമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച ഉണ്ടാവും. അങ്ങനെ ശബരിമലയുടെ ഒരു സമഗ്ര വികസനമാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. അതേസമയം UDF-ഉം LDF-ഉം കഴിഞ്ഞ 20 വർഷങ്ങളായി ഇവിടെ നടത്തി വന്ന കൊള്ളയും തട്ടിപ്പും അത് പുറത്തു കൊണ്ടുവരാൻ കൂടിയുള്ള ഒരു അന്വേഷണം അതുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരത്തെയും എവിടൊക്കെ BJP ഭരിച്ചിട്ടുണ്ടോ, എവിടൊക്കെ കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ, അത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ രാമക്ഷേത്രമായിക്കൊള്ളട്ടെ, കാശിയിലെ ക്ഷേത്രമായിക്കൊള്ളട്ടെ, ഉജ്ജയിനിലെ ക്ഷേത്രമായിക്കൊള്ളട്ടെ, എല്ലാ ക്ഷേത്രങ്ങളും വലിയ രീതിയിൽ വികസിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ വികസിപ്പിച്ചത് ഇന്ന് കേരളം കണ്ടതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു വികസനം നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും അവരുടെ മോഷണവും അതിന്റെ തട്ടിപ്പുമെല്ലാം വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. അതിനു വേണ്ടിയിട്ട് വരുന്ന ദിവസങ്ങളിൽ, ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ BJPയുടെ വലിയ രീതിയിലുള്ള സമര പരിപാടികൾ ഉണ്ടാവും. ആ സമര പരിപാടികൾക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകും. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രമല്ല, മുഴുവൻ മഞ്ഞുമലയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിൽ അങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള മോഷണങ്ങളും തട്ടിപ്പും എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയും അതിനെ തടയാനും ഞങ്ങൾക്കാവും. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഇത്ര കോൺട്രവേഴ്ഷ്യലായി, പക്ഷെ ശക്തമായ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു? യാതൊരുവിധ ആശയക്കുഴപ്പം BJPയുടെ ഭാഗത്തൊന്നുമില്ല. BJP ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്, അതായത് ആഗോള തട്ടിപ്പ് സംഗമം നടത്തിയപ്പോൾ മുതൽ ആദ്യം ഈ വിഷയം ഉന്നയിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. അതിനുശേഷമാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഉണർന്നു വന്നത് പോലും. ആ വിഷയത്തിൽ തന്നെ എന്താ പറയുക, അയ്യപ്പ കർമ്മസമിതി ഒരു വലിയ പരിപാടി നടത്തിയപ്പോൾ അതിന് എല്ലാവിധ പിന്തുണ നൽകിയതും BJPയാണ്. എന്തുകൊണ്ടാണ് UDF-ഓ കോൺഗ്രസോ അതുപോലൊരു സംഗമത്തിന് എന്തുകൊണ്ട് പിന്തുണ നൽകിയില്ല? കർമ്മസമിതി നടത്തിയ പരിപാടിക്ക് എന്തുകൊണ്ട് പിന്തുണ നൽകിയില്ല? കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പല്ല ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. കോൺഗ്രസ് എന്താണ് ആഗോള തട്ടിപ്പ് സംഗമത്തിന് വേണ്ടിയിട്ട് എന്ത് നിലപാടാണ് എടുത്തത്? അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ ഉള്ളൊരു നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്. ഈ വിഷയത്തിലും കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല. അവർ പറയുന്നു ഈ അന്വേഷണം വേണം, ആ അന്വേഷണം വേണം എന്നൊക്കെ. കാരണം ഒരു സമഗ്ര അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്തു വരാൻ പോകുന്ന കഴിഞ്ഞ 9-9.5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ തട്ടിപ്പ് മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിന്റെ കാലത്തെ തട്ടിപ്പ് കൂടി പുറത്തു വരും.
ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 20 വർഷത്തെ അന്വേഷണം നടത്തണം. അത് ശബരിമല മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും അന്വേഷണം നടത്തണം. എവിടെയെല്ലാം സ്വർണ്ണ ഉരുപ്പടികളുണ്ടോ, എവിടെയെല്ലാം വിലപിടിച്ച സാധനങ്ങളുണ്ടോ, അവിടെയെല്ലാം ഒരു സമഗ്ര അന്വേഷണം നടത്തണം. കേന്ദ്ര ഏജൻസികളെ ഇറക്കിക്കൊണ്ട് അന്വേഷണം നടത്തണം. അത് നേരിടാൻ കോൺഗ്രസിനും അന്നത്തെ UDF-ന്റെ മന്ത്രിമാരായിരുന്ന നേതാക്കന്മാർക്കും അവർക്ക് ഗട്ട്സ് ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല കേന്ദ്രത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല. പ്രത്യേക നിയമനിർമ്മാണം ഞാൻ പറഞ്ഞല്ലോ, ഇത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു മെമ്മോറാണ്ടം എന്തായാലും കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മുഖേന നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച ഉണ്ടാവും, ഹോം മിനിസ്റ്ററുമായും ഒക്കെ കൂടിക്കാഴ്ച ഉണ്ടാവും. നിയമത്തിന്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും. ഇതിൽ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യേണ്ടത്. കാരണം ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരുകൾ ചെയ്തതുപോലെ, ഉജ്ജയിനിലെ സംസ്ഥാന സർക്കാർ അവർ പിന്തുണ നൽകിയത് കൊണ്ടും അവർ സഹകരിച്ചതും കൊണ്ടല്ലേ ഉജ്ജയിനിലെ ക്ഷേത്രം വന്നത്. അല്ലെങ്കിൽ കാശിയിലെ ക്ഷേത്രത്തിന് പുനർനിർമ്മാണം നടന്നത് കാശിയിലെ അവിടുത്തെ സർക്കാർ, ഉത്തർപ്രദേശിലെ സർക്കാർ ഒപ്പം നിന്നുകൊണ്ടല്ലേ, ഉത്തരാഖണ്ഡിലെ സർക്കാർ ഒപ്പം നിന്നുകൊണ്ടല്ലേ കേദാർനാഥിലെ ഡെവലപ്മെന്റ് നടന്നത്. ഇങ്ങനെയുള്ള മോഡലുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനൊപ്പം നിൽക്കാനല്ലേ പിണറായി വിജയൻ സർക്കാർ ചെയ്യേണ്ടത്. ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം NSS ഉയർത്തി വലിയൊരു ആക്ഷേപം. ആദ്യം NSS ആണ് ആ പ്രക്ഷോഭമൊക്കെ തുടങ്ങിയത്. അതിനുശേഷമാണ് നാമജപ ഘോഷയാത്രയൊക്കെ NSS സംഘടിപ്പിച്ചതിന് ശേഷമാണ് എല്ലാ സംഘടനകളും UDF-ഉം BJP ഒക്കെ അതിന്റെ മുമ്പിലേക്ക് വന്നത്. പക്ഷെ അവർ ഉയർത്തിയൊരു ആക്ഷേപം, ഇപ്പൊ കേന്ദ്ര സർക്കാരാണെങ്കിലും ഈ വിഷയത്തില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നാണ്. NSS പോലൊരു സംഘടന എന്ന് പറയുന്നത് കാലങ്ങളായി, ദശകങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ, ഒരു മാറ്റത്തിന്റെ ഒക്കെ ഒരു സന്ദേശവുമായി വന്നിട്ടുള്ള, അതിനുവേണ്ടി കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലും ഒരു വലിയൊരു സാന്നിധ്യം, ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് NSS പോലൊരു സംഘടന പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ അതീവ ഗൗരവമായിട്ട് തന്നെ കാണുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെയും ആ വിഷയത്തിൽ എന്തെങ്കിലും ഗൗരവപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഫോറങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവും. ചർച്ചകൾ നടത്തിക്കൊണ്ട് എന്താണോ അതിനകത്ത് ചെയ്യാൻ സാധിക്കുക അത് ഞങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ ഫോറത്തിൽ കൃത്യമായിട്ട് അവർ, ഈ NSS മാത്രമല്ല മറ്റ് പല സംഘടനകളും പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മലയേറിയ സമൂഹത്തിന് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. SNDP അതുപോലെ തന്നെ പല ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല സമുദായങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമുദായ സമുദായങ്ങളും ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ ചെയ്യും. സാമുദായിക സംഘടനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. പക്ഷേ ഈ NSS-ന്റെയും SNDP-യും ഒക്കെ അവരുടെ നിലപാടുകൾ നമുക്ക് കാണാം, വ്യതിചലിക്കുന്നതും മാറുന്നതൊക്കെ. അവരുടെയൊക്കെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരോടുള്ള സമീപനം, അത്തരത്തിലൊരു അനുകൂല നിലപാട് BJP-ക്ക് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. ഏറ്റവും കൂടുതൽ സാമുദായിക സംഘടനകളെ ചേർത്ത് പിടിച്ചതും അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ ചേർത്ത് പിടിച്ചിട്ടുള്ള പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട സാമുദായിക സംഘടനകൾ ഏറ്റവും ആദ്യം ഒരു സംവാദം പോലും നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയും ഈ സാമുദായിക സംഘടനകളുമായിട്ട് ഏറ്റവും ഘനിഷ്ഠമായ ബന്ധം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതാണ്. അതായത് യാതൊരു സംശയവും ആർക്ക് വേണ്ട. അത് ഹിന്ദു സമുദായ സംഘടനകൾ മാത്രമല്ല, ഇപ്പോൾ ആ കാര്യങ്ങൾ മറ്റു എന്താ പറയുന്നത് മതങ്ങളിലുള്ള സംഘടനകൾ പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോട് അടുത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. SNDP സർക്കാരിനെ പ്രശംസിക്കുന്നു, NSS ശരിദൂരം എന്നുള്ള നിലപാട് വന്നു. ആ ഘട്ടത്തിൽ പോലും BJP-യുമായി അങ്ങനെ കണക്ട് ചെയ്യുന്നൊന്നും തന്നെ കാണുന്നില്ല. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് കണ്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഇത് നടന്നിരിക്കുന്നത് കൊള്ളയാണെന്ന്, ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയാണെന്ന് അദ്ദേഹം തന്നെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ എല്ലാം സർക്കാരിന് എന്താ പറയുന്നത്, എല്ലാം സർക്കാരിന്റെ ക്രെഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ സമുദായ സംഘടനകൾ പറയുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ കഴിവുള്ള സാമുദായിക സംഘടനകളാണ് കേരളത്തിലുള്ളത്. അവരത് കൃത്യമായി ചോദിക്കുന്നത് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം സോളിഡാരിറ്റി എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടന അവർ മൗദൂദിസത്തെ കുറിച്ചിട്ടൊരു സെമിനാർ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പാണ് അവരുടെ നിലപാട് മാറ്റിയത് വി നിർദ്ദേശം തന്നെ സാഹചര്യത്തിലേക്ക് നോക്കുന്നത്. അവർ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ഇടതുപക്ഷം ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് വർഗീയത അത് ഏത് സംഘടന ഏത് രൂപത്തിൽ ചെയ്താലും അത് വർഗീയത തന്നെയാണ്.
ഇപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സംഘടനകൾക്ക് സർട്ടിഫിക്കറ്റ് ഓരോ കാലഘട്ടത്തിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസും LDF-ഉം ചെയ്തു വരുന്നത് അതിനൊരു പാറ്റേൺ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ. നിലമ്പൂർ ബൈ ഇലക്ഷന് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടല്ല ഇത്തവണ ഈ നിലമ്പൂർ ഇലക്ഷനിൽ UDF എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ മറ്റേ ഭരണഘടനയുടെ കോപ്പി പിടിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി, മറ്റേ കയ്യിൽ ഞങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൈ കോർക്കാൻ തയ്യാറാകുന്നു. ഇത്രയും വലിയൊരു ഇരട്ടത്താപ്പ് കേരളത്തിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മൗദൂദി അടക്കമുള്ള ഇങ്ങനെയുള്ള അതിതീവ്രമായ റാഡിക്കൽ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് UDF ആണ്. അതിന് യാതൊരു സംശയമില്ല. അത് കാലങ്ങളായിട്ടുള്ള അവരുടെ രാഷ്ട്രീയമാണ്. കാരണം വികസനത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഇവർക്കില്ല. ഇപ്പൊ മലപ്പുറത്തിന്റെ വികസനത്തെക്കുറിച്ച് ഈ പറയുന്ന കാലങ്ങളായിട്ട് UDF-ന്റെ കയ്യിലുള്ള ഒരു മേഖലയാണല്ലോ മലപ്പുറം. എന്ത് വികസനമാണ് ഈ മലപ്പുറത്തിന്റെ വികസനത്തെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത്? UDF-ന് അവരുടെ MP-മാരുണ്ട്, അവരുടെ MLA-മാരുണ്ടായിരുന്നു, അവരുടെ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു, സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്ത് വികസനമാണ് അവർക്ക് മലപ്പുറത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചത്? മലപ്പുറത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടത്താണിയിലെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. അത് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോട്ടെ അതിനെ എതിർക്കാൻ പോലും നിന്നവരാണ് UDF-കാർ. അപ്പൊ അങ്ങനെയുള്ള വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുള്ള ഒരു പാർട്ടിയാണ് ഇത് UDF. ഒരു പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ് UDF. കോൺഗ്രസും മുസ്ലിം ലീഗും അതിലുള്ള രണ്ട് മുഖ്യമായ പാർട്ടികൾ. ഇവരുടെ രണ്ടുപേരും മലപ്പുറത്തിന് വേണ്ടി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? മലപ്പുറത്തിന് അടിസ്ഥാന സൗകര്യമായിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ സൗകര്യമുണ്ടോ? മലപ്പുറത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. കോഴിക്കോട് പോയാണ് ഇവിടെ പലരും ചികിത്സിക്കുന്നത് പോലും. മലപ്പുറത്ത് കൊള്ളാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ? വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു വ്യവസായശാല കൊണ്ടുവരാൻ സാധിച്ചോ? ഉള്ളത് പോലും പൂട്ടിപ്പോവുകയാണ്. ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പൊ മുദ്ര ലോണ് ഏറ്റവും അധികം നൽകിയിട്ടുള്ള ജില്ല മലപ്പുറമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഏത് പാർട്ടി നൽകുന്ന വികസന കാര്യങ്ങളായിക്കോട്ടെ, വികസനത്തെ ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാണ്. പക്ഷെ കൊടുക്കാൻ ഇവിടുത്തെ UDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ ശാപം. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ വികസനത്തെക്കുറിച്ച് പറയാനില്ലാത്ത UDF-നും കോൺഗ്രസിനും അവസാനം കൈകോർക്കേണ്ടി വരുന്നത് ആരുമായിട്ടാണ്? ഇവിടുത്തെ ഏറ്റവും തീവ്രവാദ പറയുന്ന സംഘടനകളുമായിട്ടും ശക്തികളുമായിട്ട്, ഏറ്റവും അധികം റാഡിക്കൽ ആയിട്ടുള്ള, ഏറ്റവും അധികം ഫണ്ടമെന്റലിസം പറയുന്ന സംഘടനകളുമായിട്ട് അവർ കൈകോർക്കേണ്ടി വരുന്നു. ഇതാണ് അവർ രാഷ്ട്രീയം. ഇത് കേരളം കണ്ടുവരുന്ന രാഷ്ട്രീയമാണ്. പക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും കേരളം ഈ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു പരിധിയിൽ വരെയൊക്കെ കേരളം ഇതിനെ സഹിക്കും. നമുക്കൊരു DNA ഉണ്ടല്ലോ, ആ DNA ഒരു പരിധി വരെയൊക്കെ ഇതിനെ സഹിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദത്തെ ഒന്നും വെച്ച് ഉറപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അതുകൊണ്ട് UDF-ഉം കോൺഗ്രസും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എല്ലാം വികസനത്തെ ആശ്രയിച്ചായിരിക്കും അതിന്റെ ചർച്ചയെല്ലാം മുമ്പോട്ട് പോകാൻ പോകുന്നത്.